ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുത്തുന്നതും കണ്ണു നിറയ്ക്കുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആവൂ. അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. മണ്ണൊഴുകുന്നത് കാഴ്ചയുള്ള എല്ലാവർക്കും കാണാൻ കഴിയും. എന്നാൽ മനമൊഴുകുന്നത് മനസ്സുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. ആരോടൊപ്പമാണ് ചിരിച്ചതെന്ന് നിങ്ങൾ മറന്നേക്കാം. പക്ഷേ ആരുടെ കൂടെയാണ് നിങ്ങൾ കരഞ്ഞതെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. തുടരുക. കാരണം ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് വിജയം അടുത്തു തന്നെയുണ്ട്. ആരും ഒരിക്കലും പരാജയപ്പെടാൻ പദ്ധതി ഇടുന്നില്ല. വിജയിക്കാൻ വേണ്ടത് ആസൂത്രണം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് സത്യം. വിജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് ഒരു പിടി മാത്രം. എന്നാൽ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരു നീണ്ട പാതയാണ്. എല്ലാ മനുഷ്യകാര്യങ്ങളിലും ശ്രമങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. പരിശ്രമത്തിന്റെ ശക്തിയാണ് ഫലങ്ങളുടെ അളവുകോൽ. നിങ്ങളുടെ ശക്തി ചെറുതാണെങ്കിൽ കനത്ത ഭാരം വഹിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ വിലപ്പോകില്ലെങ്കിൽ ഉപദേശം നൽകരുത്. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല, പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത്. ഒരു ഇരുമ്പ് ദണ്ഡിന് ഒരുപാട് അടി കിട്ടുമ്പോൾ അത് മൂർച്ചയിൽ ആയുധമായി മാറുന്നു. ഇതുപോലെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ അടിയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇഷ്ടങ്ങളെ പിന്തുടരുക. തീർച്ചയായും അതൊരിക്കലും നിങ്ങളുടെ നഷ്ടങ്ങളെ മറികടക്കും. നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ മാത്രമേ അവസാന നിമിഷങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കൂ. വേദനയുടെ ആഴം അറിയുന്നവർക്ക് ആശ്വസിപ്പിക്കാനുള്ള മനസ്സുണ്ടാകൂ. സ്വന്തം ഉള്ളിലുള്ള പരിശ്രമത്തിലൂടെ അല്ലാതെ ആർക്കും വലിയവനോ നല്ലവനോ സന്തോഷവാനോ ആകാൻ കഴിയില്ല. നിങ്ങൾക്ക് സാഹചര്യങ്ങളെയോ ഋതുക്കളെയോ കാറ്റിനെയോ മാറ്റാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം മാറാൻ കഴിയും. ഒരു സ്ത്രീ എത്ര അധികം സുന്ദരിയാകുന്നോ അത്രയധികം അവൾക്ക് അഹങ്കാരവും ആരാധകരും ഉണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യങ്ങളോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടി വരും. ഒരാൾ നമുക്ക് നൽകുന്ന വിലയെന്തെന്ന് മനസ്സിലാക്കാൻ അയാൾ നമുക്കായി നടത്തുന്ന വിട്ടുവീഴ്ചകൾ പരിശോധിച്ചാൽ മതിയാകും. അധികം സ്നേഹം നിങ്ങൾ ആർക്ക് വിളമ്പിയാലും അവസാനം എച്ചിലിന്റെ വിലയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകം നമ്മൾ തന്നെയാണ്. സ്വയം മനസ്സിലാക്കുക. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈ പിടിക്കാൻ തയ്യാറാകുന്നത് അവരാണ് നിങ്ങളുടെ കുടുംബം. എത്രയൊക്കെ ഉയർച്ചയിലെത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. നമ്മൾ വളരെ വേഗം പ്രായമാകുകയും വളരെ വൈകി മാത്രം ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ജീവിതം എളുപ്പമല്ല. സ്വയം ശക്തനാകണം. മികച്ച സമയം ഒരിക്കലും വരില്ല. ഉള്ള സമയം മികച്ചതാക്കണം. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും. എപ്പോഴും നല്ലൊരു വ്യക്തിയായിരിക്കുക. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കരുത്. മനസ്സിലാക്കേണ്ടവർ നിങ്ങളുടെ മനസ്സിന്റെ നന്മയും മേന്മയും വേഗം മനസ്സിലാക്കുന്നു. അല്ലാത്തവർക്ക് ഒരു ജന്മം മുഴുവൻ മതിയാവില്ല. എന്നും ഒരുപോലെ ആരും നമ്മളെ സ്നേഹിക്കുമെന്ന് വിശ്വസിക്കരുത്. ഇഷ്ടങ്ങൾ മാറുമ്പോൾ മറക്കുന്നവരാണ് പലരും. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ്. ജ്ഞാനിയായൊരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു. പക്ഷെ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടുവാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ അവന്റെ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡ്ഢിത്തമുള്ളവനായി അവൻ മാറും. സന്തോഷമുള്ള മനസ്സിന് മാത്രമേ നന്നായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാകൂ. ചിന്താശക്തി വരുമ്പോൾ എല്ലാത്തിനുമുള്ള പൊങ്ങഴി താനെ തെളിഞ്ഞു വരുന്നു. ഒഴുകുന്ന ജലവും പാറയും എപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്.
പഠനങ്ങൾ പറയുന്നു, ഒരു പുരുഷൻ സ്ത്രീയോട് അമിത താല്പര്യം കാണിക്കുന്നത് ഒന്നെങ്കിൽ അവളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവളെ ഏറ്റവും അധികം വെറുക്കുന്നത് കൊണ്ട്. കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കുവാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ടു പോവുക. വാക്കുകൾ കൊണ്ട് യുദ്ധമാവാം, പക്ഷെ എതിരെ നിൽക്കുന്നവന്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാവരുത് നിന്റെ ജയമെന്ന് മാത്രം. നിങ്ങൾ സ്വയം സത്യസന്ധനാണെങ്കിൽ അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിലെ സത്യസന്ധത എത്രയധികം കൂടുതലാണോ അത്രത്തോളം കാലം അത് നീണ്ടു നിൽക്കും. 1000 ബുക്കുകളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. ആരിൽ നിന്നും അധികം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്കും നമ്മുടെ മനസ്സിനും സന്തോഷങ്ങൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്ക് ആരുമില്ലെന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാകുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതിലല്ലേ. ഇന്നലെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും അരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. എല്ലാ പ്രശ്നങ്ങളും ഒരു സമ്മാനമാണ്. ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, കേട്ടറിയുന്ന കാര്യങ്ങൾ അവഗണിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മരിക്കുന്നതിന് മുൻപ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരെ ശല്യം ചെയ്യരുത്. എവിടെയൊക്കെയോ നമ്മൾ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചത് അവിടെ നമ്മൾ ഒറ്റപ്പെടും. അത് കാലത്തിന്റെ തീരുമാനമാകും. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാനുള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും, എന്നാൽ നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും. മനഃശാസ്ത്രം പറയുന്നു, സുന്ദരിയായ സ്ത്രീകൾ അമിതമായ ആഭരണങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ സൗന്ദര്യത്തിൽ മതിയായ ആത്മവിശ്വാസമുണ്ട്. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്വപ്നങ്ങൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവും ആവശ്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.